നമസ്കാരം. ടോക്കിംഗ് 90 മിനിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് വീഡിയോസും കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അസ്റ്റൺ വില്ലയുടെ കുതിപ്പിനെ കുറിച്ചാണ്. പ്രീമിയർ ലീഗിൽ വമ്പന്മാരായ പല ടീമുകൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് അസ്റ്റൺ വില്ലയുടെ ഈ സീസണിലെ കുതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. യുണൈ എമറിയുടെ കീഴിൽ തുടർച്ചയായിട്ടുള്ള 10 മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷനിൽ നിന്നാണ് 10 മത്സരങ്ങൾ അൺബീറ്റൻ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അസ്റ്റൺ വില്ല. അതിൽ 7 മത്സരങ്ങളും പ്രീമിയർ ലീഗിൽ തന്നെയാണ് വിജയിച്ച് കയറിയിരിക്കുന്നവർ. ഒന്നാം സ്ഥാനത്തുള്ള ആർസണലുമായിട്ട് വെറും 3 പോയിന്റ് വ്യത്യാസമാണ് ഇപ്പോൾ നിലവിൽ അസ്റ്റൺ വില്ലയ്ക്കുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള സിറ്റി ആയിട്ട് വെറും 1 പോയിന്റ് മാത്രവും. അപ്പോൾ ഈ ഒരു സീസണിൽ യുണൈ എമറിയുടെ കീഴിൽ സ്വപ്ന കുതിപ്പാണ് അസ്റ്റൺ വില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ക്ലബ്ബ് ചരിത്രത്തിലെ, അതായത് 111 വർഷത്തെ ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺബീറ്റൻ റണ്ണാണ് ഇപ്പോൾ വില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുണൈ എമറി ചാർജ് എടുത്തതിന് ശേഷം, അതായത് അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയം റെലിഗേഷൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമായിരുന്നു അസ്റ്റൺ വില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ യൂറോപ്യൻ കോമ്പറ്റീഷനിലോട്ട് തിരിച്ചെത്തുകയും UEFA ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫിക്കേഷൻ നേടുകയും ചെയ്തിരിക്കുകയാണ് അസ്റ്റൺ വില്ല കഴിഞ്ഞ 2-3 സീസണുകളിലായിട്ട്. അപ്പൊ ഈ ഒരു സീസണിൽ മറ്റുള്ള വമ്പൻ ടീമുകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അസ്റ്റൺ വില്ല മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വമ്പൻ ടീമുകളെല്ലാം തോൽപ്പിച്ച ഒരു പാരമ്പര്യം ഇപ്പോൾ യുണൈ എമറിക്കും അസ്റ്റൺ വില്ലയ്ക്കും ഉണ്ട്. വില്ലയുടെ ഇപ്പോഴത്തെ ഒരു പ്രകടനത്തിന്റെ പുറകിൽ അവരുടെ താരങ്ങളായ മോർഗൻ റോജേഴ്സ്, വാട്കിൻസ്, ബെയ്ലി, ടിലമൻസ്, അർജന്റീൻ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ്, ഈ താരങ്ങളെല്ലാം പങ്ക് വളരെയധികം വലുതാണ്. കാരണം ഇവരെല്ലാം ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോം അവർ ഈ ഒരു സീസണിന്റെ അവസാനം വരെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ അസ്റ്റൺ വില്ല പ്രീമിയർ ലീഗ് ജേതാക്കളായെന്ന് വരാം. കാരണം അവരുടെ എല്ലാം ഫോം അവസാനം വരെ നിലനിർത്തുക എന്നൊരു വെല്ലുവിളി യുണൈ എമറിക്ക് കീഴിലുണ്ട്. അദ്ദേഹം അത് എത്രത്തോളം ഭംഗിയാക്കി ചെയ്യുന്നുവോ അത്രത്തോളം റിസൾട്ടുകൾ അദ്ദേഹത്തിനെ തേടിയെത്തും എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗ് പകുതി സീസൺ പിന്നിട്ടിരിക്കുകയാണ്. ഈ സീസണിൽ പകുതി പിന്നിടുമ്പോൾ അസ്റ്റൺ വില്ല നടത്തിയ പോരാട്ടം സീസണിന്റെ അവസാനം വരെ അവർ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ പുതിയൊരു ചാമ്പ്യന്മാരെ പ്രീമിയർ ലീഗിന് കിട്ടിയേക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.